ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ പതിവിലും നേരത്തെ എഴുന്നേറ്റു. കാരണം കുറേ കാലത്തിന് ശേഷം എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടിയിരിക്കുകയാണ്. ആൻഡ് ഇതൊരു നേരിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. ലാസ്റ്റ് ഞാനൊരു ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂവിന് പോയത് എൻ്റെ പ്ലേസ്മെൻറ്റ് സമയത്തായിരുന്നു കേട്ടോ. ആൻഡ് ഇതാണ് എൻ്റെ ഓസ്ട്രേലിയയിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള ഇൻ്റർവ്യൂ. ബാക്കിയോട് ചെയ്തിട്ടുള്ളതൊക്കെ ഓൺലൈൻ ഇൻ്റർവ്യൂസ് ആയിരുന്നേ. ഒരു ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂവിന് പോകുന്ന ഇതാദ്യമായിട്ടാണ്. അതിൻ്റെ ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ട്. ഞാനൊരു ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണ്. ആൻഡ് ഒരു 4 years ഞാനൊരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഫീൽഡിനോട് തീരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു കരിയർ സ്വിച്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ പൈസ കിട്ടുന്നത് കൊണ്ടും വേറെ പണിയൊന്നും അറിയാത്തത് കൊണ്ടും ഞാൻ അതിൽ തന്നെ പിടിച്ചു നിന്നു. പക്ഷെ ഒരിക്കലും എനിക്ക് തീരെ പറ്റാതായപ്പോൾ ഞാൻ അങ്ങ് റിസൈൻ ചെയ്തു കേട്ടോ. എന്നിട്ട് കുറേ എൻട്രി ലെവൽ ജോബ്സിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇന്ന ജോബൊന്നൊന്നുമില്ല, എല്ലാത്തിനും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് റോൾസിനും അപ്ലൈ ചെയ്തായിരുന്നു കേട്ടോ. അപ്പം ഇതിലൊന്നും എനിക്ക് കാര്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ആരും അങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി ഞാനിപ്പം പോകാൻ പോകുന്ന കമ്പനി സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് മാർക്കറ്റിംഗ് കോർഡിനേറ്റർ എന്ന റോളിന് ഇൻ്റർവ്യൂവിന് വിളിച്ചു കേട്ടോ. കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു. താൻ പാതി ദൈവം പാതി എന്നാണ്. ഞാൻ പോയി റെഡി ആയിട്ട് വരാമേ. അങ്ങനെ ഞാൻ റെഡിയായി. 12:30 കേട്ടോ ഇൻ്റർവ്യൂ. നല്ല ടെൻഷനുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാ ആൾക്കാർക്കും ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ ടെൻഷൻ ആവുമല്ലോ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഒരു സാധാരണ ആൾക്കാരിനേക്കാളും ഒരു 10 മടങ്ങ് ടെൻഷൻ, സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കൂടുതലാണ്. ഇപ്രാവശ്യം ഞാൻ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ പോകാത്തൊരു ലൊക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ വേറെയും. എൻ്റെ ഹാർട്ട് ഇന്ന് മിക്കവാറും ഒരു DJ നടത്തുന്നുണ്ടാവും. പിന്നെ ഒരു ഡിസ്ട്രാക്ഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ 12:30 ഇൻ്റർവ്യൂ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഒരു 12 മണിയെങ്കിലും ആകുമ്പോൾ എത്തണമല്ലോ. ഒരുപാട് നേരത്തെ എത്തുന്നത് മോശമാണ്, ഒരുപാട് ലേറ്റ് ആവുന്നത് മോശമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇറങ്ങുകയാണ്. ചേട്ടൻ കൊണ്ടുവിടട്ടെ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം എനിക്ക് എല്ലാ കാര്യത്തിനും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം ഇറങ്ങട്ടെ. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു. ഓ അപ്പോൾ വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. ബസ്സിലാണ് കേട്ടോ പോകുന്നത്. കുറേ രീതിയിൽ നമുക്ക് ആ സ്ഥലത്ത് എത്താൻ പറ്റും. പക്ഷേ എനിക്ക് ഈ വഴിയാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. പക്ഷേ എപ്പോഴും ഒന്നും ഇങ്ങോട്ടേക്ക് ബസ്സില്ല കേട്ടോ. ഈ റൂട്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ നെഞ്ച് കിടന്ന് പടപടാ വടയ്ക്കുകയാണ്. കാരണം സ്റ്റോപ്പ് കൃത്യമായിട്ട് ഇറങ്ങുമോ, ലേറ്റ് ആവുമോ, ഈ വക ചിന്തകൾ ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ലൊക്കേഷൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലെത്തി. ഇനി കുറച്ചുകൂടെ നടന്ന സ്ഥലം എത്തും കേട്ടോ. പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ എത്തി. കാരണം ഞാൻ കയറേണ്ട ബസ്സിന് തൊട്ട് മുന്നേ ഉള്ള ബസ്സിലങ്ങ് കയറി. ഞാൻ വിചാരിച്ചതല്ല കയറണമെന്ന്. പക്ഷെ എന്തോ എന്നെ മാടി വിളിച്ചു. എൻ്റെ മനസ്സ് പറഞ്ഞു കയറടിന്ന്. അങ്ങനെ ഞാനങ്ങ് കയറി. മാത്രമല്ല ഡ്രൈവർ ഭയങ്കര സ്വീറ്റായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ നിർത്തുമെന്നൊക്കെ ചോദിച്ചപ്പം പുള്ളി നിർത്താമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ സ്വീറ്റായിട്ട് തോന്നിയതുകൊണ്ട് ഞാനങ്ങ് കയറി. അപ്പോൾ എന്തായാലും 11:30 ആയപ്പോൾ ഇവിടെ എത്തി. ഇനി 1 മണിക്കൂർ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പയ്യനെ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് അങ്ങോട്ടേക്ക് നടക്കാം എന്നാണ് വിചാരിക്കുന്നത്. സംഭവം ഞാൻ എക്സ്പ്ലോർ ചെയ്യാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷേ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ പോകേണ്ട ലൊക്കേഷനും. ഇനി ഞാൻ എന്ത് ചെയ്യും 1 മണിക്കൂറെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഒരുപാട് നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? ഈ പെണ്ണിന് വേറെ പണിയൊന്നും ഇല്ലെന്ന് വിചാരിക്കത്തില്ലേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഈ ബസ് സ്റ്റോപ്പിൽ തന്നെ ഇരുന്നാലോ ഒരു 12 മണി വരെയെങ്കിലും എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ നിൽക്കണം, പിന്നെ അങ്ങോട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ മനസ്സ് അപ്പോഴേ പറഞ്ഞതാ ഇത്രയും നേരത്തെ ഇറങ്ങണ്ട എന്ന്. പക്ഷെ എന്നാലും വീട്ടിൽ ഇരിക്കും തോറും ടെൻഷൻ കൂടത്തേ ഉള്ളൂ. ലേറ്റ് ആയാലോ. ആക്ച്വലി ആ ഒരു ടെൻഷൻ ഉണ്ടായതുകൊണ്ട് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ടെൻഷനൊന്നും എനിക്ക് ഇല്ല. ഇപ്പം ഞാൻ കിടുങ്ങുന്നുണ്ടോ? ഒരു തണുപ്പ് കൊണ്ടുണ്ടല്ലോ കേട്ടോ, ടെൻഷൻ്റെ ആണ്. അയ്യാ, calm down. ടെൻഷനിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നവർക്ക് വല്ല അവാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഒരുവിധം ഞാൻ 12 മണി വരെ ഈ ബസ് സ്റ്റോപ്പിൽ അങ്ങ് ഇരുന്നു കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് പോകാം. സോ വിഷ് മീ ഗുഡ് ലക്ക് പ്ലീസ്.
അല്ല, അത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എന്നാലും ഒന്ന് വിഷ് ചെയ്ത് തരാം. അപ്പോൾ ചേച്ചി പോയിട്ട് വരാമേ. അങ്ങനെ ഞാൻ ഓഫീസിലെത്തി. ഞാൻ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് എന്നോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അയ്യോ, ടെൻഷൻ അടിച്ചിട്ട് എനിക്കിരിക്കാൻ വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ചിരി വരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് അത്ര എന്താ പറയുക ഭയങ്കര ഭയാനകമായിട്ടുള്ളതൊന്നും അല്ലായിരുന്നു. സിമ്പിളായിരുന്നു. നമ്മളോട് ജസ്റ്റ് ഒരു ചിറ്റ് ചാറ്റ് പോലെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഓസ്ട്രേലിയൻ ഇൻ്റർവ്യൂസൊക്കെ അങ്ങനെ ആയിരിക്കും മോസ്റ്റ്ലി, ഐ ഡോണ്ട് നോ. അപ്പം ഇൻ്റർവ്യൂ പെർഫോമൻസ് വൈസ് ഞാൻ ഓക്കെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഈ റോള് പറ്റുമോ എന്നുള്ളത് എനിക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലേലും കുഴപ്പമില്ല എന്നായി. അതുകൊണ്ട് ഐ ആം ഹാപ്പി. എനിവേസ്, എനിക്ക് പറ്റിയത് മാത്രം വർക്ക് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. എൻ്റെ ബസ് വരുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വെൻവർത്തിൽ പോകണം കേട്ടോ. അവിടെ നിന്ന് പ്രോട്ടീൻ ചിക്കൻ കറിയും വാങ്ങണം. അതെങ്കിലും നടക്കട്ടല്ലേ. ഞാനിപ്പം പാരമട്ടയിലാണ് കേട്ടോ. അവിടെ നിന്നാണ് വെൻവർത്തിലോട്ട് പോകുന്നത്. എൻ്റെ ഇൻ്റർവ്യൂ നടന്നത് നോർത്ത് പാരമട്ടയിലായിരുന്നു. എന്നിട്ടത് പാരമട്ടയിൽ ഇറങ്ങിയിട്ട് ഒരു ട്രെയിൻ കയറിയാണ് വെൻവർത്തിൽ പോകാം. പക്ഷേ എനിക്ക് വിശപ്പ്, ലഞ്ച് കഴിക്കേണ്ട സമയമായി. ഞാൻ ആസ് യൂഷ്വൽ പാപ്പ റിച്ചിന് വന്നു. എന്ത് കഴിക്കും എന്ന് നോക്കുകയാണ്. സോ ഞാൻ ചിക്കൻ 65 ബിരിയാണിയാണ് അന്ന് ഒരിക്കൽ ഇറങ്ങിയ സമയത്ത് ഞാനിത് വാങ്ങിച്ചിരുന്നു. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ അന്ന് ചിക്കൻ 65 ഇല്ലായിരുന്നു, തന്തൂരി ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഐ ഹോപ്പ് ദാറ്റ് ഇതുണ്ടാവണമെന്ന് നോക്കും. സോ ഞാൻ ചിക്കൻ 65 ബിരിയാണി അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതാണ് കേട്ടോ വാങ്ങിയത്. ഭയങ്കര വിശപ്പ്. കുറേ നാളുകൊണ്ട് കഴിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ബസ് വന്നു. അപ്പോൾ അവർ പറഞ്ഞു ലൈസൻസ് വേണമെന്ന്, അതും ഓസ്ട്രേലിയൻ ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. വിച്ച് ഐ ഡോണ്ട് ഹാവ്. എനിക്ക് ഇന്ത്യൻ ലൈസൻസ് ഉണ്ട്. ഞാൻ ഇന്ത്യയിൽ വണ്ടി ഓടിക്കും, ഫൈറ്റ് അല്ലെങ്കിലും ഓടിക്കും കേട്ടോ. പക്ഷേ ഇവിടെ ലൈസൻസ് ഇല്ല. പക്ഷെ അവർ പറഞ്ഞു നോക്കാമെന്ന്. ഞാൻ പെട്ടെന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർ നോക്കാമെന്ന്. എനിക്കറിയത്തില്ല, എന്തായാലും എനിക്ക് ഓക്കെയാണ്. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് ഓക്കെയാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അങ്ങനെ ലഞ്ചൊക്കെ വന്നു. ഞാൻ ഇത് കഴിച്ചിട്ട് ഇനി നേരെ പൊറോട്ടയും ചിക്കനും വാങ്ങാൻ വേണ്ടിയിട്ട് വെൻവർത്തിലേക്ക് പോവുകയാണ്. വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ വെൻവർത്തിൽ പോയി പൊറോട്ടയും ചിക്കനും വാങ്ങാറുള്ളൂ. അപ്പം എപ്പം പാരമട്ടയിലോ വെൻവർത്തിലോ ഒക്കെ വരുവാണെങ്കിൽ മിക്കപ്പോഴും അവിടെ ഒരു ബ്ലൂ മൂൺ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു മലയാളി കടയുണ്ട് കേട്ടോ. അവിടെ കയറി ഞങ്ങൾ പൊറോട്ടയും ചിക്കനും വാങ്ങിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വെൻവർത്തിലെത്തി. ബ്ലൂ മൂൺ കഫേയാണ് കേട്ടോ. ഒരു മലയാളി കടയാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങുന്നത്. വെൻവർത്തിൽ കുറേ കേരള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. കേരള റെസ്റ്റോറൻറ്റ്സ് മാത്രമല്ല, കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്, നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ശരിക്കും ഈ ഒരു ഏരിയയിൽ വരുമ്പം നമ്മൾ ഒരു ഇന്ത്യയിൽ എത്തിയതുപോലത്തെ ഒരു വൈബ് കിട്ടാറുണ്ട് കേട്ടോ. സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കട. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് നല്ല ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലേ ഇങ്ങോട്ടേക്ക് വരാറുള്ളൂ കേട്ടോ. ഇത് വേറൊരു ദിവസമാണ്. അവർ ഒരു സെക്കൻഡ് ഇൻ്റർവ്യൂ ഉണ്ടെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. പക്ഷേ അതൊരു ഇൻ്റർവ്യൂ ഒന്നും ആയിരുന്നില്ല. എനിക്ക് ജോബ് കിട്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നേ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇനി എൻ്റെ ടെൻഷൻ എനിക്ക് ജോബ് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഓഫീസിലേക്ക് പോകുന്ന ആദ്യത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണ്. അത് ഞാൻ എടുത്തു വെച്ചു. ഇപ്പോൾ ഒരു 2 ആഴ്ചയായി കേട്ടോ എനിക്ക് ജോബ് കിട്ടിയിട്ട്. ഇനി നമുക്ക് ആദ്യത്തെ ദിവസത്തേക്ക് പോവാം. അങ്ങനെ വെൻവർത്തിൽ നിന്ന് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ വാങ്ങി എൻ്റെ വീടെത്തി കേട്ടോ. ഇനിയൊന്നുമില്ല, കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഡിന്നർ ആയിട്ട് ഈ പൊറോട്ടയും ചിക്കനും കഴിക്കണം. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. See you in my next one. Till then, ta-ta!